കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞു. സ്റ്റാർബക്സിന് സമീപത്താണ് കടൽ ഉൾവലിഞ്ഞത്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഷഹദ് റഹ്മാൻ തത്സമയം ചേരുന്നു. ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഷഹദ്, വളരെ അകലേക്ക് കടൽ ഉൾവലിഞ്ഞു നിൽക്കുന്ന ദൃശ്യമാണിപ്പോൾ 24 സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ പല ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ബീച്ചിൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഈ കടൽ ഉൾവലിയുന്ന ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയത്? അതായത് ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച യാതൊരുവിധ അറിയിപ്പോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ നമുക്ക് ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് രാവിലെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്, അതായത് കടൽ പൂർണ്ണമായിട്ടും ഉൾവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഈ ഒരു പ്രതിഭാസം എപ്പം രൂപപ്പെട്ടു എന്നതും കൃത്യമായിട്ട് പറയാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ അവർ ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞതനുസരിച്ച്, അതായത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം രൂപപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ യാതൊരുവിധ മുന്നറിയിപ്പോ മറ്റ് അറിയിപ്പുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. അപ്പം ഇവിടെ നമുക്കറിയാം, അതായത് സാധാരണഗതിയിൽ ഈ ബീച്ചും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും കുറെ അധികം ആളുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. സാധാരണ ഈ വൈകുന്നേരങ്ങൾ ബീച്ച് ഭയങ്കരമായിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കുറെ അധികം ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ. പക്ഷേ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് ഏകദേശം 200 മീറ്ററിലധികം ഇപ്പോൾ ഈ കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രദേശവാസിയല്ലേ? അതെ. എപ്പോഴാണ് ഇത് സംഭവം ഉണ്ടായത്? നമ്മളിവിടെ ഒരു 9 മണിക്ക് എത്തിയത്. അതിന്റെ ശേഷം ഇതിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ 2 പോലീസുകാർ വന്നിരുന്നു. ഓലാണ് ബാക്കിയുള്ളവർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തത്. എന്താ പറഞ്ഞു പോലീസുകാർ? എന്താ പറഞ്ഞു? ഒന്നുമില്ല, ഇങ്ങനെ കടലിങ്ങനെ ഇത് സാധാരണ കാണാത്താണ്. ഇന്ന് മാത്രം ഇതിപ്പോൾ ഇന്ന് കണ്ടത്. വേറെ ഒന്നും. നിങ്ങൾ മീൻസ് ഇവിടെ ഈ പ്രദേശത്തുള്ളതല്ലേ? പിന്നെ മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടില്ല? അത് ഇവിടെ ഉണ്ടായിട്ടില്ല. ലേശം അങ്ങോട്ടൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താണ് ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരൊക്കെ പറയുന്നത്? എന്താ വല്ല ഐഡിയ ഉണ്ടോ? അതെന്താ അറിയില്ല. ഇതിങ്ങനെ കാണാനില്ല. അപ്പം എന്താന്നുള്ളൊരു ഇത് അത്രേ ഉള്ളൂ. മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ പോയി? ഈ ഭാഗം മാത്രം. അവിടുന്ന് ഇവിടെ വരെ ഈ ഒരു നമ്മൾ ഈ നിൽക്കുന്നത്, അതായത് ബീച്ചിലെ സ്റ്റാർബഡ്സിന്റെ അടുത്താണ്. ഇതിന് സമീപത്തായിട്ടാണ് ഇപ്പം ഈ രീതിയിൽ ഇങ്ങനെ കടല് ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇങ്ങനെ ഉൾവലിഞ്ഞ രീതിയിലേക്ക് കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പം ഞാനിതാ ഈ നിൽക്കുന്ന ഭാഗത്ത് മുഴുവനായിട്ടും ചളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ഇതാണ് കര എങ്കിൽ പോലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല, കാരണം പൂർണ്ണമായിട്ടും ചളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൂക്ഷ്മത അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ട് മാത്രമേ ആളുകൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമാണ്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ കാണാതാകുന്ന സമയത്ത് നേരെ അങ്ങ് കയറി ചെല്ലും. പക്ഷെ അവിടെ പൂർണ്ണമായിട്ടും ചളിയാണ്. മാത്രമല്ല, ഈ മണ്ണ് ഇടിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വരമ്പ് പോലെ ആവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് കണ്ടേ? ഞാൻ ഇപ്പൊ വന്നപ്പോ. എവിടുന്നാ വരുന്നേ? നമ്മൾ ഇവിടെ തന്നെ ഈ പ്രദേശത്തുള്ള അല്ല പഠിക്കാൻ വന്നാ. ഇക്ക എപ്പോഴാണ് കണ്ടത്? കുറച്ച് നേരം, ഒരു അരമണിക്കൂറിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അന്നേരം എന്തോ ഒരു ചളി നിൽക്കുന്ന പോലെ കണ്ടു. അപ്പോൾ വന്ന് നോക്കിയതാണ് കാണുന്നത്. ഞങ്ങളുടെ അരമണിക്കൂർ മേലെ ഇവിടെ കാണുന്നത്. വന്നതിന് ശേഷം അത് കണ്ടത്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ആണ് കാണുന്നത്. ഉൾവലിഞ്ഞ പോലെ ഉണ്ട്. കുറച്ചൊരു നല്ല ദൂരം പോയിട്ടുള്ളത്. ആ സ്റ്റേജിന്റെ അങ്ങോട്ട് ഒന്നുമില്ല, വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇതേപോലെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. കുറവാണ്. സാധാരണ നല്ല തിര ഉണ്ടാകുന്ന സ്ഥലമാണ്. തിരയും കുറവാണ്. ഇപ്പോൾ ഉള്ളോട്ട് നല്ല വലിഞ്ഞിട്ടുണ്ട് കടല്. എന്താണെന്നുള്ള അറിയില്ല. ഇതിന് മുൻപും ഇതുപോലെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇവിടെ. അതാണ്, ഇതിനു മുൻപും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്ര ഭീകരമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ചെറിയ നേരത്തെ ഒരു പ്രതിഭാസമായിരുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ഈ മഴയൊക്കെ ശക്തമായ സമയത്തായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്ന് മുന്നറിയിപ്പൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിൽ മുന്നറിയിപ്പുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ എന്താണ് ഇപ്പം ഇത്തരം ഒരു പ്രതിഭാസത്തിന് കാരണം എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ഇനി വരും മണിക്കൂറിലായിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട വിദഗ്ധരുടെ ഭാഗത്തുനിന്നോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ അല്ലെങ്കിൽ
അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടെത്തലോ ഉണ്ടായിരിക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കടല് ഏകദേശം 200 മീറ്ററിലധികം നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് ചെറിയ നേരിയ തോതിലുള്ള ഒരു തിര കാണാൻ സാധിക്കും. അത് ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് ക്യാമറയിൽ എത്രത്തോളം കാണും എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ ദൂരത്തിലാണ് ഇപ്പോൾ എന്തായാലും കടലും അതുപോലെ തന്നെ തിരമാലയും ഉള്ളത്. വലിയ തിരമാല ഉണ്ടായിരുന്ന കോഴിക്കോട് കടപ്പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള തിരമാല മാത്രമാണുള്ളത്. കോഴിക്കോട് കടപ്പുറം പൂർണ്ണമായിട്ടുമല്ല, സ്റ്റാർബക്സിന്റെ ആ ഭാഗം മുതലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അതായത് ബീച്ചിൽ സൗത്ത് ബീച്ചിലാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ കാണുന്നത്. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നതിൽ ഇനിയിപ്പോൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, ഈ ചാകരയ്ക്ക് മുൻപായൊക്കെ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പ്രാദേശികമായൊക്കെയുള്ള അറിവ് വെച്ച് പലരും പറയുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. പല ഊഹാപോഹങ്ങളൊക്കെ വരുന്നുണ്ട്, സുനാമി വരാനുള്ള സാധ്യതയുണ്ടാവും എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി അങ്ങനെ അത്തരം അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ളതാണ്, പ്രതിഭാസമാണ് എന്ന അറിവുള്ളവർ പറയുന്നുമുണ്ട്. എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമുക്ക് അത്തരം ഔദ്യോഗിക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് ബീച്ചിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.